കളവ് പ്രചരിപ്പിക്കുക. അവിടുത്തെ നിയമസഭയിൽ അവരൊരു ഇതാക്കിയിട്ടുണ്ട്. മറ്റേ പശുമാ മാത്രമാണ് അവിടെ നിഷേധിച്ചിട്ടുള്ളൂ. അതായത് കൗ മീറ്റ്, ബീഫ് എന്ന് പറയുന്ന സാധനമല്ല. അത് മനസ്സിലായിട്ടുണ്ടോ? ആ സാധനം അവിടെ വിൽക്കാൻ പാടില്ല ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ പശുവിറച്ചി നീ കഴിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിന്റെ ജീവൻ പോകും. ബീഫ് കഴിക്കാം, അതായത് പോത്തിറച്ചി കഴിക്കാം. ഞാൻ പറഞ്ഞ കേട്ടോ ജോഷി? അതിന് മറുപടിയാണ് ഞാൻ പറയാൻ വന്നത്. അതായത് മനുഷ്യന്റെ പ്രോട്ടീൻ നീഡ് എന്ന് പറയുന്നത് നമുക്ക് തടഞ്ഞു വെക്കാൻ പറ്റുന്ന ഒന്നല്ല. അപ്പൊ പ്രോട്ടീൻ നീഡ് സുലഭമായി ലഭിക്കുന്നത് കാറ്റിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളതിൽ നിന്നാണ്. നമുക്ക് അങ്ങനെ ഒരു നിയമമില്ല എന്ന് വിചാരിക്കുക. പശുക്കളാകുമ്പോൾ അവ നമുക്ക് പാല് തരുന്നുണ്ട്. പാലിൽ നിന്നും നമുക്ക് കിട്ടുന്ന പ്രോട്ടീൻ നല്ലതാണ്, ശുദ്ധമായതാണ്. അപ്പൊ ഈ പ്രോട്ടീൻ നമുക്ക് പലതരത്തിൽ, ബട്ടർ ഉണ്ട്, ഗീ ഉണ്ട്, അങ്ങനെ പലതരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു. അപ്പൊ പശുവിനെ കൊല്ലരുത് എന്ന് പറയുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രോട്ടീന്റെ സ്രോതസ് വളരെ വലുതാണ്. ഒരു പശുവിനെ അറുത്ത് കിട്ടുന്ന പ്രോട്ടീൻ അല്ല, അതിന്റെ മൾട്ടിപ്പിൾ പ്രൊഡക്റ്റിലൂടെ കിട്ടുന്നത്. അതിന് കുറെ കാലം നമ്മൾ ഭക്ഷണം കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീന്റെ അളവും ക്വാണ്ടിറ്റിയും തമ്മിൽ ഡിഫറെന്റ് ആയിരിക്കും. എന്നാൽ പശു അല്ലാതെ പശുവിന്റെ ഭർത്താവിനെ അറുത്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം വരുന്നില്ല. ഇത് ക്ലിയർ ആയെന്ന് കരുതുന്നു. ബണ്ണി എന്തടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് എനിക്കറിയില്ല. ഇദ്ദേഹം ഒരു ഡേറ്റയും ഇല്ലാതെ എന്തോ ഒന്നിനെ ന്യായീകരിക്കാനും വെളുപ്പിക്കാനും വായിൽ തോന്നുന്നത് പറയുന്നു എന്നതല്ലാതെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇതിനെ സംബന്ധിച്ച ഒരു ചുക്കും ചുണ്ണാമ്പുമില്ല. അത് വ്യക്തമാണ്. ഹോട്ടലുകൾ അടപ്പിച്ച ബണ്ണി, ഇത് എന്റെ സമയമാണ്. നിങ്ങൾ സഹിഷ്ണുതയോടുകൂടി ഇരുന്ന് ചർച്ചയ്ക്ക് വന്നാൽ നമ്മൾ ചർച്ച ചെയ്യും. മനസ്സിലായോ? അപ്പോ ഇവിടെ പോലീസുകൾ കട അടപ്പിച്ച സംഭവങ്ങളും മതവിധി മുഖേന പല ഹോട്ടലുകളും അടപ്പിച്ച സംഭവങ്ങളും പള്ളി പോലീസ് വന്ന ഹോട്ടലുകൾക്ക് മുമ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സംഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ താങ്കൾ പറഞ്ഞു എല്ലാ മതത്തിലും കുറച്ച് വിവരദോഷികളായിട്ടുള്ള ആൾക്കാരുണ്ടാകുമെന്ന്. ആ വിവരദോഷികളെ വിവരമുള്ള ഒരു മത പൗരോഹിത്യവും എതിർത്തില്ലല്ലോ. ഇവിടെ മുഴത്തിന് 300 മതസംഘടനകൾ ഉണ്ടല്ലോ. ഇവരാരും പറഞ്ഞില്ലല്ലോ ഇവർ ചെയ്തത് തെറ്റാണെന്ന്. മതത്തിൽ നിന്നും വിഭിന്നമായ ഒരു വിഷയമാണിതെന്ന് ഇവരാരും എതിർത്തില്ലല്ലോ. അപ്പോൾ ആ വിവരദോഷികളെ എതിർക്കുമ്പോൾ ബണ്ണിക്ക് എന്താണ് ഇത്ര പൊള്ളല്? ആ വിവരദോഷികളെയാണല്ലോ എതിർക്കുന്നത്. ഞങ്ങളും അത് തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ. അത് ഞാൻ മനസ്സിലാക്കി തന്നതാണ്, താങ്കൾക്ക് മനസ്സിലാക്കി തന്നതാണ്. എനിക്ക് പോലെ നന്നാക്കേണ്ട ആവശ്യമില്ല. കാരണം ഓരോ ഇപ്പൊ ബീഹാറിലും ആസാമിലൊക്കെ പോയിട്ട് താങ്കൾ എല്ലാ നിയമങ്ങളും നന്നാക്കിയിട്ട് ഇങ്ങോട്ട് വാങ്ങുക. ബണ്ണി, ഞാൻ കേരളത്തിലാണ് ജീവിക്കുന്നത്. ഈ കേരളത്തിന്റെ സാഹചര്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. കേരളത്തിലെ ബണ്ണി ഇടയ്ക്ക് കയറരുത്. താങ്കൾക്ക് സംസാരിക്കാൻ ഇവിടെ അവസരം തരും. ആ സമയത്ത് താങ്കൾക്ക് സംസാരിക്കാം. ഇവിടെ ബീഫ് ഫെസ്റ്റ് നടത്തിയപ്പോൾ ആരുടെയെങ്കിലും കയ്യോ കാലോ വെട്ടിയോ? പശു ഇറച്ചി തിന്നതിന്റെ പേരിൽ കേരളത്തിൽ എവിടെയെങ്കിലും ആരെയെങ്കിലും തല്ലിക്കൊന്നിട്ടുണ്ടോ? ആർക്കെങ്കിലും എതിരെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിന്റെ സാഹചര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് പറയണം. അതേപോലെ ഇവിടെ ഒരു പിഗ് ഫെസ്റ്റ് നടത്താൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ബീഫ് ഫെസ്റ്റ് നടത്തിയിട്ടുള്ള നാടായത്. ആ സമയത്ത് ആർക്കും എതിരെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. ഇന്ത്യയിലല്ലേ, ഇന്ത്യ സംസാരിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് മോശമാണ് കേട്ടോ. കുറച്ചു നേരമായിട്ട് ഞാൻ ബൈക്ക് എടുക്കാൻ നോക്കുകയാണ്. കുറച്ചു നേരമായിട്ട് ബൈക്ക്. അതായത് ഈ ഇന്ത്യ മാത്രമല്ല കൗ സ്ലോട്ടറിംഗ് ബാൻ ചെയ്തേക്കുന്ന രാജ്യം. മറ്റു രാജ്യങ്ങൾ ബാൻ ചെയ്തിട്ടുണ്ട്. ബെൽജിയം, ഡെൻമാർക്ക്, സ്വീഡൻ, സ്ലൊവേനിയ, ഐസ്ലൻഡ്, സ്വിറ്റ്സർലാൻഡ്, നേപ്പാൾ, ശ്രീലങ്ക, ഭൂട്ടാൻ, ഈ രാജ്യങ്ങളെല്ലാം കൗ സ്ലോട്ടറിംഗ് ബാൻ ചെയ്തിട്ടുണ്ട്. അവിടെ എന്തോ ഹിന്ദുത്വ ഭീകരവാദികളാണോ ഈ സ്വിറ്റ്സർലൻഡിലും അതേപോലെ ഈ ഐസ്ലാൻഡിലും ഒക്കെ പിന്നെ കൗ സ്ലോട്ടറിംഗ് ബാൻ ചെയ്തേക്കുന്നത്? സ്ലൊവേനിയയിലും ഒക്കെ ആണോ മെഹബൂബെ? ഇനി മെഹബൂബ് കുറച്ചും പറഞ്ഞ ഭാഷ കൊരക്കുക എന്ന് പറഞ്ഞു. ഇനി കുറച്ച് ആൾക്കാർ കുറച്ച് കഥ ഞാൻ അങ്ങോട്ട് പറയട്ടെ. ജ്യൂസ് കഴിക്കരുത്, ജ്യൂസ്. ക്രിസ്മസ് ആഘോഷിക്കരുത്, ഓണം ആഘോഷിക്കരുത്, ക്ഷേത്രങ്ങളിൽ പോകരുത്. ഇതൊക്കെ കുറെ ആൾക്കാർ കുറച്ചതാ ഇവിടെ. മെഹബൂബിന് ഈ കൊറേയൊക്കെ മെഹബൂബ് കേട്ടിട്ടുണ്ടോ? മുസ്ലിം ഡോക്ടറെ മാത്രം കാണണം, തട്ടമിടണം, നമസ്കരിക്കാൻ സ്ഥലം വേണം, ഒരുപാടുണ്ട്. വെട്ടിയാർ പറയൂ. കൊറേ ഒരുപാടുണ്ട്. മെഹബൂബ് കുറയ്ക്കാനുള്ളത് കുറച്ച് കഴിഞ്ഞാലേ ഞാൻ നിൽക്കും. മെഹബൂബ് ഇത് കഴിഞ്ഞിട്ട് മതി. മെഹബൂബ് വെയിറ്റ് ചെയ്യും. വെട്ടിയാൽ ഇവിടെ റബേക്സിയാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മെഹബൂബ് ക്ഷമിക്കും. ഓക്കെ,
അതേപോലെ പിന്നെ ഇവിടെ ഈ പറയാൻ വന്ന പോയിന്റ് വിട്ടു. ഇതാണ് അമ്മയുടെ പരിപാടി. നമ്മൾ ആ പോയിന്റ് പിന്നെ കളയുക. ആ പോയിന്റ് കളയുക എന്നുള്ളതാണ് അമ്മയുടെ പരിപാടി. അല്ല, വെട്ടിയാർ പോയിന്റിൽ നിന്നും പോയിട്ടില്ല. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഒരുപാട് അന്യമത വിരുദ്ധ കൊരകൾ ഇവിടെ നടന്നിട്ടുണ്ട്. താങ്കൾ പറയൂ, ബാക്കി പറയൂ. അതേപോലെ ഇവിടെ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കരുതെന്ന് പഠിക്കുന്ന ആരാണ്? മറ്റു മതവിഭാഗങ്ങളിൽ നിന്ന് പിന്നെ വിവാഹം കഴിച്ചു കഴിഞ്ഞാല് ഈ പറയുന്ന നിങ്ങളുടെ മതവിഭാഗത്തിലോട്ട് മതം മാറ്റപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഹിന്ദു മതം മാറ്റപ്പെടുന്ന അത്തരത്തിലുള്ള കുറവുകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? മെഹബൂബ കുറച്ച കഥ പറയുന്നത്. മറ്റു മതവിഭാഗത്തിൽ പെടുന്ന ആളുകളുടെ പിന്നെ കടകള് എന്തുകൊണ്ടാണ് ഈ അടുത്ത കഴിഞ്ഞ ഒരു 15 വർഷക്കാലമായിട്ട് ഇവരുടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ബിസിനസ് സ്ഥാപനങ്ങൾ, മതപാഠശാലകളിലെ കൊരകളാണ്. മെഹബൂബ് കുരയ്ക്കുന്നു എന്നൊക്കെ പറയുമ്പോ കൊരകളുടെ കഥകൾ, കുറെ പേപ്പട്ടികൾ കേരളത്തിൽ കിടന്ന് കുരച്ച കഥകൾ കുറെ പറയാനുണ്ട്. ആ പേപ്പട്ടികൾ ഏതൊക്കെയാണെന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ മെഹബൂബിന് പൊള്ളും കേട്ടാ. അതുകൊണ്ട് പേപ്പട്ടി വിഷബാധക്കെതിരെയുള്ള മരുന്ന് ഇഞ്ചക്ഷൻ വേണമെങ്കിൽ ഇവിടെ എടുത്തിട്ട് പോകും. ടീച്ചർ തരുമത്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അല്ല, ഒരു മിനിറ്റ്, ഞാൻ കുറച്ചൊക്കെ കുറയ്ക്കട്ടെ. അതായത് ഇവിടെ വലിയ വലിയ വർത്തമാനങ്ങൾ പറഞ്ഞല്ലോ. ഇവിടെ മതം മാറിയതിന്റെ പേരില് കൊടിഞ്ഞ് ഫൈസല് കൊല്ലപ്പെട്ടു. അതിനെപ്പറ്റി ജാമ്യതക്കൊന്നും പറയാനില്ല. അതുപോലെ തന്നെ ഇവിടെ യാസർ കൊല്ലപ്പെട്ടു. മതം മാറിയെന്ന ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. അതുപോലെ തന്നെ മഞ്ചേരി കോടതി വളപ്പില് ചിരതക്കുട്ടി ആമിനക്കുട്ടിയാക്കും കൊല്ലപ്പെട്ടു. അപ്പോ ഇവിടെ കൊല മാത്രല്ല, ഇവിടെ കടി നടക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിന്റെ ഈ മതമൈത്രിയെ, പരസ്പരമുള്ള വിശ്വാസത്തെ തുരങ്കം വയ്ക്കുന്ന ഇതുപോലെയുള്ള ആളുകളെ ഒറ്റപ്പെടുത്തണം. ഒറ്റപ്പെട്ട എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, താങ്കൾ കുറയ്ക്കാൻ പറ്റും, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുറയ്ക്കാം. അതായത് കേരളത്തിന്റെ ഹാർമണി ഇല്ലാതാക്കാൻ വേണ്ടി അതില് മായം ചേർത്താലും അതില് കള്ളത്തരം പ്രചരിപ്പിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ഇപ്പൊ ഞാനിതുവരെ അറിയില്ല ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെന്നുള്ളത്. ഇങ്ങനെ നോമ്പും അതുപോലെ തന്നെ ഈ ഹലാലും ഒന്നും ഇന്നൊന്നിലും തുടങ്ങിയല്ല. കാലങ്ങളായി നൂറ്റാണ്ടുകളെ പാക്കുണ്ട് കേരളത്തിൽ. എന്നിട്ട് എവിടെയെങ്കിലും ആരെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അത് വെച്ചിട്ട് ഒരു സമൂഹത്തെ മുഴുവൻ അരികുവൽക്കരിക്കാനുള്ള, എനിക്ക് ജാമ്യ ടീച്ചർ അച്ചാരം വാങ്ങിയിട്ടാണ് ഈ പണി എടുക്കുന്നത് എനിക്ക് തോന്നുന്നത്. തമാശ പോലെയല്ല. ഇതുപോലെ തന്നെ ഈ ക്രിസ്ത്യൻ നമ്മൾ പോയിട്ട് അവിടെ ഇപ്പൊ സംഖ്യ നടത്തുമ്പോൾ കാശ് കിട്ടുന്ന കുറവുണ്ടാവും, പറയാൻ പറ്റില്ല. ഇപ്പം ക്രിസ്ത്യൻ നമ്മളിൽ പോയിട്ടാണ് ഇസ്ലാമിനെ ഈ ഇതുപോലെ അനാവശ്യ രൂപത്തിലേക്ക് വെറുപ്പ് ഉണ്ടാക്കുന്ന രൂപത്തിലൊക്കെ സംസാരമൊക്കെ ജാമ്യ ടീച്ചർ ചെയ്യുന്നത്. ഇതൊക്കെ വളരെ മോശമാണ്. നിങ്ങള് കേരളത്തിന്റെ സഹോദരത്തെ തുരങ്കം വയ്ക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ അത് ശരിയല്ല. ഓക്കെ, ഇനി ഞാൻ കുറയ്ക്കാം. മെഹബൂബെ, ഞാൻ മറുപടി പറയുന്നത് വരെ നിക്കണമായിരുന്നു. മെഹബൂബിനെ കൊരയും കടിയും ഞാൻ എന്താണെന്ന് പഠിപ്പിച്ചു വിട്ടേനെ. പക്ഷെ മെഹബൂബ് പോയി. ഇത് മോശമാണ്. പിന്നെ അല്ല, ടീച്ചറിനോട് ഞാൻ ചോദിച്ചോട്ടെ, ഈ മെഹബൂബ് പറഞ്ഞ് ഇവരുടെ ഈ പറയുന്ന ഇസ്ലാം സമൂഹത്തിനെ അരികുവൽക്കരിച്ചു എന്ന് പറയുന്നു. ആരെ ഇവിടെ ഇവര് സ്വയം തന്നെ വേഷം, ഭാഷ, സംസാര രീതി, പെരുമാറ്റ രീതി, അഭിസംബോധന രീതി, അതേപോലെ സാമൂഹിക ചുറ്റുപാട്, സാമൂഹികമായിട്ടുള്ള മതിൽക്കെട്ടുകൾ സ്വയം തീർത്തുകൊണ്ട് ഇവര് തന്നെയല്ലേ അരികിൽ മാറി നിൽക്കുന്നത്. ഇവരെ കാണുമ്പോൾ മറ്റുള്ളവർ ഭയപ്പെടുന്ന രീതിയിലുള്ള പെരുമാറ്റ ശൈലികളുമായിട്ട് ഇവരല്ലേ മാറി നിൽക്കുന്നത്. ഇതിനകത്തിൽ മറ്റുള്ളവരെ ഇവര് തന്നെ സ്വയം ഒരു വേലിക്കെട്ട് തീർത്തിട്ട് ആ വേലിക്കെട്ടിനകത്ത് നിന്നുകൊണ്ട് ഇവരിങ്ങനെ ബഹളം വെച്ചിട്ട് പറയാണ്. എന്നിട്ട് മറ്റുള്ളവരിൽ സ്വയം ഒഴിഞ്ഞു മാറി നിന്നിട്ട് പറയാണ് ഞങ്ങളെ മാറ്റുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുക? ടീച്ചറെ, ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ ചേർന്നു. അല്ല, മെഹബൂബ് അങ്ങ് പോയല്ലോ. നമുക്ക് ബണ്ണിക്ക് കുറച്ച് സഹിഷ്ണുതയോടുകൂടി ഇവിടെ നിന്ന് ചർച്ച ചെയ്യാൻ പറ്റുമോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ.
ടീച്ചർ പറഞ്ഞല്ലോ കേരളത്തിലെ നിയമമാണ്, ഞാൻ കേരളത്തിലാണ് ജീവിക്കണത്, അതൊന്നും നമ്മളെ ബാധിക്കണ കാര്യമില്ല, കേരളത്തിലാണെന്ന്. അപ്പൊ ഇന്ത്യന്റെ ഉള്ളിൽ തന്നെയല്ലേ ഈ ആസാമും ബീഹാറൊക്കെ, അപ്പൊ അവിടെയൊക്കെയല്ലേ ഈ മതപരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് റെഡിയാക്കണ്ടേ? കേരളത്തിൽ മാത്രം റെഡിയാക്കിയാൽ മതിയോ? അതിനൊരു ഉത്തരം താട്ട്, വേറെ ഒന്നും ചോദിക്കാല്ല എനിക്ക്. ബണ്ണി, മദ്രസയിൽ പഠിച്ചു വെച്ച വിജ്ഞാനവുമായി പബ്ലിക്കിൽ ഒരുപാട് ആളുകൾ കൂടുന്നിടത്ത് വന്നിട്ട് അഭിപ്രായം ഉണ്ടാക്കരുത് കേട്ടോ. ഇവിടെ വളരെ മാന്യമായ രൂപത്തില് പരസ്പര ബഹുമാനത്തോടുകൂടി നമ്മളൊരു ചർച്ച നടത്തിക്കൊണ്ടു പോകുമ്പോൾ ആ വിഷയത്തിനകത്ത് നിന്ന് വസ്തുതാപരമായ ഡേറ്റകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതുവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബണ്ണി വന്ന് ഓരോന്നെടുത്തിടും, നമ്മളെ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകും. ഇപ്പൊ മെഹബൂബ് വന്നൊരു കാര്യം പറഞ്ഞു, അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വെട്ടിയാറ് വേറൊരു ചോദ്യവുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നത്. രണ്ടും തമ്മിൽ നല്ല സാമ്യതയുണ്ട്. ശരി, അതിന് മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ ബണ്ണി വേറെ സംസ്ഥാനങ്ങളിലേക്ക് പോകുക. എന്താ കേരളം ശരിയായോ ബണ്ണി? അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ. ബണ്ണിക്കൊന്നും പറയാനില്ലേ? ഇവിടെ ബീഫ് ഫെസ്റ്റ് നടത്തി, ചിലങ്ക കാലിൽ കെട്ടി എന്നതിന്റെ പേരില് ഒരു കൊച്ചിന്റെ ഉമ്മ മരിച്ചപ്പോ പോലും പള്ളിയിൽ അടക്കാൻ സമ്മതിച്ചില്ല. ഞാൻ മതം വിട്ടതിന്റെ പേരിൽ എന്റെ മാതാവിനെ പള്ളിയിൽ നിന്നും പുറത്താക്കി. എന്തെല്ലാം സംഭവങ്ങളുണ്ട് എണ്ണി എണ്ണി പറയാൻ. ആയിരക്കണക്കിന് സംഭവങ്ങളുണ്ട്. ആരാ അരിക് വൽക്കരിക്കുന്നത്? നമ്മൾ മാത്രം എന്തോ കൊമ്പോ തുമ്പിക്കയോ ഉള്ള വിഭാഗമാണെന്ന് പറഞ്ഞ് ഇവര് മാറി നിൽക്കുമല്ലേ? ഇവിടെ ബീഫ് കഴിക്കാൻ പാടില്ല എന്ന് ആരാ പറഞ്ഞത് ബണ്ണിയോട്? ഇപ്പോ മെഹബൂബ് വന്നിട്ട് പറയുന്നു, അയ്യോ ഇസ്ലാം മത വിശ്വാസികൾ അങ്ങനെയല്ല, സംഘികളിൽ നിന്നും ഫണ്ട് വാങ്ങുന്നുണ്ട്. അങ്ങനെ ഫണ്ട് കൊടുക്കുന്നെങ്കിൽ അത് നമ്മളോടൊന്ന് പറ, ഇന്നിടത്ത് ഫണ്ട് കൊടുക്കുന്നുണ്ട് ഇസ്ലാം മത വിമർശനവുമായിട്ട് പോയാൽ. ഇങ്ങനെ വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ എല്ലാം പറയുന്നത് ഒരു അടിസ്ഥാനവും ഇല്ലാതെയാണ് പറയുന്നത് എന്ന് കേൾവിക്കാർക്ക് മനസ്സിലാക്കാൻ വളരെ ഈസിയാ. കേരളത്തില് ഇസ്ലാം മത തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എത്രയെത്ര കേസുകൾ ഉണ്ടായിട്ടുണ്ട്. NIA കേരളം വളഞ്ഞ ചരിത്രങ്ങൾ പറയണോ? നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളുടെ പേരിൽ, കൊലപാതകങ്ങളുടെ പേരിൽ, വിദേശ ഫണ്ടിങ്ങിന്റെ പേരിൽ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ, മതം മാറ്റ ലോബിയായിട്ട് പ്രവർത്തിച്ച മാഫിയകളുടെ പേരിൽ അധ്യാപകന്റെ കൈപ്പത്തി 2010 വെട്ടിമാറ്റിയത് എന്തിനായിരുന്നു? മുഹമ്മദ് എന്ന് എഴുതിയതിന്റെ പേരിലായിരുന്നു. മതനിന്ദ നടത്തിയതിന്റെ പേരിലല്ല, മുഹമ്മദിനെ വിമർശിച്ചതിന്റെ പേരിലല്ല, അള്ളാഹുവിനെ നിന്ദിച്ചതിന്റെ പേരിലല്ല, ഖുർആനിനെ വിമർശിച്ചതിന്റെ പേരിലല്ല. ചോദ്യപേപ്പറിൽ മുഹമ്മദ് എന്ന് എഴുതിയപ്പോൾ ഉടനെ തന്നെ ഇവരുടെ മതവികാരം വ്രണപ്പെട്ടു പോയോ? ഈ കേരളത്തിൽ നടന്നതാ. സിമി, PFI, NDF ഇതൊക്കെ എന്തിനാ നിരോധിച്ചത്? ഈ സംഘടനകൾക്ക് ശേഷമാണ് PFI ഇവിടെ വേരൂന്നുന്നത്. എന്തിനായിരുന്നു? സമാന്തരമായി അവരൊരു ഭരണഘടന ഉണ്ടാക്കിയത് എന്തിനായിരുന്നു? സമാന്തരമായ ഒരു ദേശീയ ഗാനം ഉണ്ടാക്കിയത് എന്തിനാ? ദേശീയ പതാക ഉണ്ടാക്കിയത് എന്തിനാ? ഞങ്ങൾ മാത്രം പ്രത്യേകമായിട്ടുള്ള ആളുകളാണ്, ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ മിങ്കിൾ ചെയ്യാൻ പറ്റില്ല എന്ന്, ഞങ്ങൾക്ക് സിംഗിളായി തന്നെ വാഴണമെന്ന് ഇപ്പോൾ ഈ രാജ്യം വീണ്ടും മുറിക്കണമെന്ന് പറയുക, കേരളം മുറിക്കണമെന്ന് പറയുക, മലബാർ മുറിക്കണമെന്ന് പറയുക. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികൾ പുറത്തുവിടുന്ന ഈ മലപ്പുറം കേന്ദ്രീകരിച്ച് കേരളത്തിന്റെ വിവിധ പ്രാന്ത പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ലിസ്റ്റ് ഒന്ന് എടുത്താൽ മതി. 2022 കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയെ നിരോധിച്ചത് എന്തിനായിരുന്നു? നിയമവിരുദ്ധ സംഘടനയായിട്ട് ഇവർ പ്രവർത്തിച്ചതാണ്. രാജ്യസുരക്ഷയ്ക്കും സാമൂഹിക ഐക്യത്തിനും ഭീഷണിയാണ് എന്നാ കോടതി പറഞ്ഞത്. എന്തോ സാമൂഹിക ഐക്യം? എന്താണ് ഈ പ്രശ്നം? അവൻ നീ, ഞാൻ നീ, ഞങ്ങൾ നിങ്ങൾ. ഈ രാജ്യത്ത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. കേരളത്തിലെ വിവിധ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഈ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ള ആളുകൾ ഉൾപ്പെട്ട അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ട എത്രയെത്ര വാർത്തയുണ്ട്. ബണ്ണി ഇടയ്ക്ക് ഇടപെടരുത്. നിന്റെ മദ്രസ ബുദ്ധിയും മദ്രസ സംസ്കാരവുമായിട്ട് ഇങ്ങോട്ട് കയറി വരരുത്. ഇവിടെ ഒരുപാട് മോഡറേറ്റർമാരുണ്ട്. ഞങ്ങൾ ഓരോരുത്തർക്കും ഓരോ സമയം കൃത്യമായിട്ട് അവർക്ക് കേന്ദ്രീകരിച്ച് കൊടുത്തിട്ടാ സംസാരിക്കുന്നത്. നിനക്ക് എന്താ അസഹിഷ്ണുത ഇത് പറയുമ്പോൾ? എന്താ കേരളത്തെ കുറിച്ച് അന്യ സംസ്ഥാനങ്ങളെ കുറിച്ച് തന്നെ പറയണം? നിനക്ക് എന്താ നിർബന്ധം? നീ പറഞ്ഞോ, നിനക്ക് നിന്റെ അഭിപ്രായങ്ങൾ പറയാമല്ലോ. അപ്പോൾ കേരളത്തിൽ നിന്ന് ISISിലേക്ക് പോയ, അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനകളിലേക്ക് പോയ യുവാക്കളെ റിക്രൂട്ട് ചെയ്തതായിട്ടുള്ള ഒരുപാട് കേസുകൾ ഈ രാജ്യത്ത് കാസർഗോഡ്, കണ്ണൂർ, പടന്ന, തൃക്കരിപ്പൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് എത്രയെത്ര കുടുംബങ്ങളാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയിട്ടുള്ളത്, സിറിയയിലേക്ക് പോയിട്ടുള്ളത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട്. ഇതൊന്നും ഇവിടെ ചർച്ചയല്ല. വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്തിയത് ആരാ? വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്ന് 9 വയസ്സുള്ള ഒരു കുട്ടിക്കാലൻ ഒരു മുതുകാലന്റെ തോളിലിരുന്ന് വെല്ലുവിളിച്ചത് എന്തിനായിരുന്നു?
നിന്നെയൊക്കെ അമ്പലനടയിൽ കൊന്ന് കെട്ടിത്തൂക്കും, പച്ചക്കിട്ട് കത്തിക്കുമെന്നൊക്കെ വെല്ലുവിളിച്ചത്, മുദ്രാവാക്യം മുഴക്കിയതും ആരായിരുന്നു? സ്കൂളുകൾ, കോളേജുകളൊക്കെ കേന്ദ്രീകരിച്ച്, ക്രിസ്ത്യൻ ഹിന്ദു മാനേജ്മെന്റ് സ്ഥാപനങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് ഇവർ നടത്തുന്ന വിദ്വേഷ പ്രവർത്തനങ്ങൾ, അവിടെയൊക്കെ നമസ്കരിക്കാൻ സ്ഥലം വേണം, അല്ലാഹു അക്ബർ വിളിക്കണം, പാങ്ക് വിളിക്കണം, വെള്ളിയാഴ്ച ദിവസം കോളേജ് പറ്റില്ല, എന്തൊക്കെയാ ഈ കേരളത്തിൽ നടക്കുന്നത്? അപ്പൊ ആരാ അരികുവൽക്കരിക്കുന്നത്? ആരാ മതതീവ്രവാദം ഉണ്ടാക്കുന്നത്? ആരാണ് ജനാധിപത്യപരമായി ഈ കേരളത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇത്തരം തീവ്രവാദ പ്രവണതകളുമായിട്ടേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് മുദ്രാവാക്യം മുഴക്കിയത് ആരാ? ലോകരാജ്യങ്ങൾ തീവ്രവാദികളാണ്, ഭീകരവാദികളാണ് എന്ന് പ്രഖ്യാപിച്ച ആ തീവ്രവാദികൾ ചത്തുതൊലഞ്ഞപ്പോൾ അവരുടെ പ്ലക്കാർഡും പിടിച്ച് അവരുടെ ചോരയ്ക്ക് പകരം ചോദിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധർണകൾ നടത്തിയത് ആരാ? മാർച്ച് നടത്തിയത് ആരാ? അപ്പൊ ആസാം, ബീഹാർ, UP പൊക്കിക്കൊണ്ട് വരിക. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. ആച്ചാമ